ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഹനത് ഫാഷൻ്റെ എന്തുണ്ടല്ലാതെ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു കുഞ്ഞു വാൾ ഡെക്കറാണ് കേട്ടോ. സാറ്റിൻ്റെ റിബൺ യൂസ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് ഇങ്ങനെ ഒരു കുട്ടി വാൾ ഡെക്കർ ചെയ്യാൻ ഇടയ്ക്കൊക്കെ നോക്കണമല്ലോ. എപ്പോഴും നമ്മൾ ഹെയർ ആക്സസറീസിൻ്റെ വീഡിയോസും കാര്യങ്ങളും അല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ഞാൻ എടുത്തിട്ട് ഈ വീഡിയോയുടെ കൂട്ടത്തിൽ വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് കണ്ടിട്ട് ഇഷ്ടമാവാണ്, ഉണ്ടാക്കി നോക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക കേട്ടോ. ഇപ്പം ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഫൈനൽ റിസൾട്ട് കാണിച്ചു തരാം. ഇതാണ് സംഭവം. ഒരു കുട്ടി നല്ല സൂര്യകാന്തി പൂവായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് സൂര്യകാന്തി പൂവൊക്കെ വെച്ചിട്ട് നമ്മളൊരു ഒരു പൂക്കൂടെ സെറ്റാക്കി എടുത്തേക്കാണ് കേട്ടോ. സാറ്റിൻ്റെ റിബൺ വെച്ചിട്ട് തന്നെയാണ് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. ഒരു കുഞ്ഞ് കാർഡ്ബോർഡ് കൂടെ യൂസ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ വോളിലൊക്കെ ഇടാൻ പറ്റുന്ന നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു വർക്കായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്, നല്ല രസമല്ലേ. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കട്ടോ എങ്ങനെയാണ് ഈ ഒരു സംഭവം റെഡി ആയെന്നറിയാലോ. ഓക്കെ, അപ്പോൾ ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പം നമുക്ക് തുടങ്ങാം മക്കളെ. ഇതേപോലെ 1/2 ഇഞ്ചിൻ്റെ സാറ്റൻ റിബൺ എടുക്കുക. ഇതേപോലെ മടക്കി കൊടുക്കുക കേട്ടോ. എത്ര എണ്ണയാണോ നിങ്ങൾക്ക് ഒരേ സമയം കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത് അത്രയും മടക്കി എടുക്കുക കേട്ടോ. ഒരു 10-15 പെറ്റൽസൊക്കെ ഒറ്റ ട്രിപ്പിന് നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ വെക്കുക. രണ്ട് സൈഡും അപ്പുറവും ഇപ്പുറവും ഒന്ന് ചരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. കുറച്ച് പെറ്റൽസ് അധികമായിട്ടുള്ളത് കൊണ്ടാണ് നമുക്ക് നടു മടക്കിയിട്ട് കട്ട് ചെയ്യാൻ പറ്റാത്ത കേട്ടോ. അപ്പോൾ ഒരേ ഷേപ്പിൽ കിട്ടില്ല. ഇതേപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഉരുക്കിയെടുക്കൽ പരിപാടിയാണ്. ഇതേപോലെ പിടിക്കുക. അതായത് നല്ല വശം മുകൾ ഭാഗത്ത് വരുന്ന രീതിയിൽ വെച്ചിട്ട് നടു ഒന്ന് മടക്കി ഉരുക്കിയെടുക്കുക. എന്നിട്ട് അപ്പുറവും ഇപ്പുറവും ഇതേപോലെ ഒന്ന് സൈഡ് പിടിച്ചിട്ട് ഒന്ന് ഉരുക്കി കൊടുക്കുക. ഉരുക്കി കൊടുക്കുമ്പോൾ നിങ്ങളുടെ കൈ ശ്രദ്ധിക്കുക. പറ്റുവാണെന്നുണ്ടെങ്കിൽ ഒരു പ്ലഗ്ഗർ എന്തെങ്കിലും എടുത്തിട്ട് അത് വെച്ച് പിടിച്ചിട്ട് വേണം ഉരുക്കാനായിട്ടോ. ഞാനിതിൽ ഇതേപോലെ കാണിച്ചതുപോലെ നിങ്ങൾ ചെയ്ത് കൈ ഉരുക്കിയാൽ എന്നൊന്നും പറയരുതേ. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ മൊത്തം പെറ്റൽസും ഉരുക്കിയെടുക്കണം. അത്യാവശ്യം കുറച്ച് പെറ്റൽസ് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ വെറുതെ ഇരിക്കുന്ന സമയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് പെറ്റൽസൊക്കെ ഉണ്ടാക്കി വെക്കുന്നേ. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവം നമ്മളിതിന് മുമ്പ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ലേസാണ്, ഒരു ആൻറ്റി കളർ ലേസ്. അതെടുത്തിട്ട് ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് ചുരുട്ടി എടുക്കുക. എത്രത്തോളം വലിപ്പം വേണോ അത്രത്തോളം ചുരുട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു കുഞ്ഞൻ ഫ്ലവറാണ് ഇപ്പോൾ മേക്ക് ചെയ്തെടുക്കുന്നത്. എനിക്കതുകൊണ്ട് ഇത്ര മാത്രം മതി. കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സിമ്പിളല്ലേ. അപ്പം നമുക്ക് ഫ്ലവറിൻ്റെ സെൻറ്റർ ഭാഗത്തുള്ള ആ ഒരു പൂമ്പൊടി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് പെറ്റൽസിനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ആദ്യം ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് സെക്യൂർ ആക്കി എടുക്കുക. അതിനുശേഷം നമുക്ക് പെറ്റൽസ് ഓരോന്നായിട്ട് ഇതിൻ്റെ അകത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കോർത്തെടുക്കുക കേട്ടോ. നമ്മൾ ഫ്ലവേഴ്സൊക്കെ കോർത്തെടുക്കില്ലേ, മുല്ലമുട്ടകളൊക്കെ പണ്ട് കോർത്ത ഓർമ്മയില്ലേ, സെയിം സംഭവം നമുക്ക് കോർത്ത് കൊടുക്കാം. കോർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നടു മടക്കി കൊടുത്താൽ നല്ല വശം മുകളിൽ വരുന്ന രീതിയിൽ എല്ലാ പെറ്റൽസും ഒരേപോലെ ആക്കിയിട്ട് അങ്ങനെ കോർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ കോർത്ത് നമുക്ക് എത്രത്തോളം വേണോ അത്രത്തോളം ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ സെൻറ്ററിൽ എടുത്തേക്കുന്ന ആ ഒരു ലേസില്ലേ, അതിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് പെറ്റൽസ് ആവശ്യമായിട്ട് വരാം. അപ്പോൾ എത്ര പെറ്റൽസ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു കണക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എനിക്കറിയില്ല കേട്ടോ. ഞാനിത് വീഡിയോ വോയിസ് ഓവർ കൊടുക്കുന്നതാണ്. ആ സമയത്ത് ഞാനങ്ങ് ചെയ്തെടുത്തു. ഓക്കെ, അപ്പോൾ ഇതേപോലെ നമുക്ക് കുഞ്ഞനൊരു സൂര്യകാന്തി പൂ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പലതും പല വലിപ്പത്തിലുള്ളതാണ് കേട്ടോ. ഇത് വലിയ ഫ്ലവറാണ്. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ലീഫും കൂടെ സെറ്റാക്കി കൊടുക്കാം. സെയിം തന്നെ സാറ്റൻ റിബൺ എടുക്കുക. ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതേ കണക്ക് കട്ട് ചെയ്തെടുക്കുക. ഒരേ സമയം നമുക്ക് 2 പെറ്റൽസ് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് മടക്കി എടുത്തിട്ട് സെൻറ്റർ ഒന്ന് ചരിച്ച്, അതായത് ലീഫിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. സോ സിമ്പിൾ, ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തത് ഉരുക്കൽ പരിപാടിയാണ്. ഇതേപോലെ എടുക്കുക. നമുക്ക് ഈ ഒരു സൈഡ് ആദ്യം ഉരുക്കി കൊടുക്കാം. ഇതേ കണക്ക് ഉരുക്കിയെടുത്താൽ പിന്നെ ഇതേപോലെ ഇങ്ങനെ പിടിക്കുക, ജസ്റ്റ് ഒന്ന് ഉരുക്കിയെടുക്കുക. സിമ്പിളല്ലേ, ഭയങ്കര എളുപ്പമാണ് കേട്ടോ ഈ ഒരു സംഭവം. അപ്പോൾ നിങ്ങൾ ഒരേ സമയം കുറേ ഇതുണ്ടാക്കി എടുക്കുന്നുണ്ടെങ്കിൽ ഒരു മെഴുകുതിരി കത്തിച്ച് വെക്കുക. എന്നിട്ട് അത് വെച്ചിട്ട് ഉരുക്കി കൊടുക്കുക കേട്ടോ. ഇതേപോലെ നമുക്ക് അടുത്ത പെറ്റലും ഇതേ കണക്കാക്കി എടുക്കാം കേട്ടോ. പെറ്റലല്ല, ലീഫ്. ഓക്കെ, ഇനി ഇതെല്ലാം കൂടി വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഇത്രയും ലീഫ് ഞാൻ പല വലിപ്പത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു പൂക്കൂടെ സെറ്റ് ചെയ്യണമല്ലോ. സെയിം സാറ്റൻ റിബൺ വേറൊരു കളർ എടുക്കുക, 1 ഇഞ്ചിൻ്റെത്. എത്ര നീളത്തിലാണോ നിങ്ങൾക്ക് പൂക്കൂടെ വേണ്ടത് അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ റിബൺ എടുക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ എടുക്കുക. കുറച്ച് ഇത് ഞാനിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. സെയിം അളവ് കിട്ടാൻ വേണ്ടി നമുക്ക് ഇതേപോലെ വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു കാർഡ്ബോർഡോ കട്ടിയുള്ള പേപ്പറോ എന്തെങ്കിലും എടുക്കാം കേട്ടോ. ഫസ്റ്റ് നമുക്കതിൻ്റെ 2 സൈഡൊന്ന് ഉരുക്കി കൊടുക്കണം. ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം ഇതേപോലെ ഇങ്ങനെ
ചീട്ടൊക്കെ നമ്മളിങ്ങനെ വെക്കില്ലേ, അതുപോലെ വെക്കുക. എന്നിട്ട് രണ്ട് സൈഡും അങ്ങ് ഉരുക്കിയെടുക്കുക കേട്ടോ. എന്നിട്ട് നല്ല കട്ടിയുള്ള കാർഡ്ബോർഡോ അല്ലെങ്കിൽ പേപ്പറോ നിങ്ങളുടെ കയ്യിൽ എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അങ്ങനെ ഒരു സംഭവം എടുക്കുക. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഇതുപോലെ ഒരു പേപ്പറാണ് കേട്ടോ. പേപ്പറല്ല, അതൊരു കാർഡ്ബോർഡാണ്. നമ്മൾ മാലയും വളയൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സംഭവം കേട്ടോ. എന്നിട്ട് ഇതേപോലെ അടുക്കി വെച്ച് കൊടുക്കുക. ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ട് സെല്ലോ ടേപ്പ് ടേബിളിൽ കൂടെ ചേർത്തിട്ട് ഞാനങ്ങ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്ത ഒരു റിബൺ എടുക്കുക, ഇതേപോലെ ഒന്ന് നടുമടക്കി കൊടുക്കുക. അതായത് നമുക്ക് ഒരു റിബണിനെ 1/2 ഇഞ്ച് ആക്കിയിട്ട് എടുക്കുക. എന്നിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് ഇതേപോലെ മെടഞ്ഞു കൊടുക്കുക. എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ഇതുപോലുള്ള സംഭവം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു റിബൺ താഴെ ഒരു റിബൺ മുകളിൽ അങ്ങനെ ആക്കി കൊടുക്കുക. അടുത്തത് എടുക്കുക, സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക കേട്ടോ. കണ്ടോ? അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊരു ചതുരത്തിലുള്ള കൂടെയാണോ മേക്ക് ചെയ്തെടുക്കാൻ പോകുന്നതെന്ന്. അല്ല കേട്ടോ. നിങ്ങൾ ആദ്യം കണ്ടിട്ടുള്ള ആ ഒരു ഇതിലുള്ളതുപോലെ തന്നെ ഉള്ളൊരു കൂടെ തന്നെയാണ് നമ്മൾ മേക്ക് ചെയ്തെടുക്കുന്നത്. ലാസ്റ്റ് നമ്മൾ കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സംഭവം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിച്ചിട്ടൊക്കെ ചെയ്യാം. എങ്ങനെയാണോ നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് അതിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇതേപോലെ സെല്ലോ ടേപ്പ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും കേട്ടോ ഇതേ കണക്ക് ചെയ്താലും. പിന്നെ ഏറ്റവും മുകളിലത്തെ ആ ഒരു ഇതും കൂടി വെച്ച് കൊടുക്കാം. കണ്ടോ? ഇപ്പോൾ സാറ്റൻ റിബൺ വെച്ചിട്ട് നമുക്ക് ഹെയർ അക്സസറീസ് മാത്രമല്ല ഇതുപോലുള്ള ഒരുപാട് ക്രാഫ്റ്റ് ഐഡിയാസും ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ചെയ്യാൻ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതേപോലെയുള്ള സാറ്റൻ റിബൺസോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. ഹെയർ അക്സസറീസിൻ്റെ സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യില്ലേ, അതുപോലെ തന്നെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഇതിൻ്റെ മുകൾ ഭാഗത്തെ ഈ ഒരു സംഭവം നമുക്ക് അടിയിലോട്ട് മടക്കി കൊടുത്ത് സെറ്റാക്കി എടുക്കാം കേട്ടോ. ഒന്നിടവിട്ട് ചെയ്തേക്കുന്നതുകൊണ്ട് ഒരെണ്ണം നമുക്ക് കറക്റ്റ് മടക്കാൻ പറ്റും. ഈ ഒരു 3 എണ്ണം ഇതേപോലെ ആയിരിക്കും ഉണ്ടാവുക. അത് നമുക്ക് സെയിം ഒന്ന് മടക്കി അകത്തോട്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആദ്യത്തേത് ഒന്ന് വെക്കുമ്പോൾ അടുത്തതൊന്ന് ഇളകി പോകുന്നുണ്ട്. പറഞ്ഞാൽ കേൾക്കാത്ത ടൈപ്പാണെന്ന് തോന്നുന്നു, പക്ഷേ നമ്മൾ സെറ്റാക്കി എടുക്കും. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഒന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മൊത്തത്തിലൊന്ന് സെല്ലോ ടേപ്പ് ഒട്ടിച്ച് സെക്യൂറാക്കി കൊടുക്കാം. ആദ്യം മുകൾ ഭാഗം തന്നെ അങ്ങ് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അടങ്ങിയിരിക്കട്ടെ എന്ന് കുറച്ച് സമയം. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഒട്ടിച്ച് കട്ട് ചെയ്തെടുക്കാം. നെക്സ്റ്റ് ഈ ഒരു സൈഡ് ഒട്ടിച്ച് കൊടുക്കാം. ഇതിൽ കണ്ടോ ഒരെണ്ണം ഇച്ചിരി കുഞ്ഞനായിപ്പോയി. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് അതിൽ കൂടെ ചേർത്തിട്ട് വേണം നമ്മളൊന്ന് ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതിലൊക്കെ ടേബിളിൽ ചെറുതായിട്ട് ഒട്ടിപ്പിടിക്കുന്നുണ്ട്. ഗ്ലാസിൻ്റെ ടേബിളാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇത് ഇളക്കിയെടുക്കുന്ന സമയത്ത് ഈസി ആയിട്ട് ഇളകിപ്പോരും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഞാൻ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിനൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ പോവാണ്. ഈ ഒരു ഷേപ്പിലാണ് ഞാൻ എൻ്റെ പൂക്കൂട ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോകുന്നത്. ത്രികോണാകൃതിയിലും ഒക്കെ വേണമെങ്കിൽ വെട്ടിയെടുക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്താൽ മതി. ഇതേപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഒരു സൈഡൊന്ന് വിട്ടു വരും കേട്ടോ. അപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഇതേപോലെ ടേപ്പ് സൈഡിൽ ഒട്ടിച്ചു കൊടുത്തിട്ട് അപ്പുറ സൈഡിലോട്ട് മടക്കി കൊടുക്കണം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടും. മൊത്തത്തിൽ ഞാനൊന്ന് ടേപ്പ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് നമുക്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു റിബണിനെ ആയിരിക്കത്തില്ല ടച്ച് ചെയ്യുന്നത്, പകരം ആ ഒരു ടേപ്പിലായിരിക്കും. ഒരു പ്ലാസ്റ്റിക് എഫക്റ്റ് കിട്ടും. അപ്പോൾ പൊടിയും കാര്യങ്ങളൊക്കെ ആയാലും നമുക്ക് തുടച്ചു മാറ്റാൻ പറ്റും. പിന്നെ അത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കണ്ടോ? പൂക്കൂടയുടെ ആ ഒരു സംഭവം കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതിനെ നമുക്ക് കുറച്ചും കൂടി ഒന്നിങ്ങനെ വിടിയിപ്പിച്ച് കൊടുക്കാം. അതായത് ഈ ഒരു പിടിയിലും കൂടി നമുക്ക് സാറ്റിൻ റിബൺ ചുറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ആക്കി കൊടുത്താലാണ് നമുക്ക് ഈസി ആയിട്ട് ചുറ്റിയെടുക്കാൻ പറ്റുക. ഇതേപോലെ റിബൺ എടുക്കുക, അച്ചലം പുച്ചലം അങ്ങ് ചുറ്റിക്കോട്ടോ. വേറെ ഒന്നും നോക്കാനില്ല. എങ്ങനെയാണോ നിങ്ങൾക്ക് പറ്റുന്നത് അതിനനുസരിച്ചിട്ട് അങ്ങ് ചുറ്റി കൊടുത്താൽ മതിയേ. ഇനി ഇതിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ചെയ്തേക്കുന്ന പോലത്തെ വർക്കും കാര്യങ്ങളൊക്കെ കൊടുക്കാം, പക്ഷെ അത്രയും റിസ്ക് എടുക്കേണ്ട കാര്യമില്ല. ചുമ്മാ അങ്ങ് ചുറ്റി കൊടുത്താൽ മതി. ഈ ഒരു ഇതിന് പകരം 1/2 ഇഞ്ചിൻ്റെ റിബൺ സെയിം കളർ ഉണ്ടെങ്കിൽ അത് എടുത്താലും മതി കേട്ടോ. അപ്പോൾ കുട്ടിയുടെ കളറൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. ബ്ലാക്ക് വേണോ, വൈറ്റ് വേണോ, ബ്രൗൺ വേണോ, ഏത് കളർ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പം ഞാൻ എടുത്തേക്കുന്ന ഈ ഒരു കളറായിരുന്നു എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ നമ്മുടെ സൂര്യകാന്തി ഫ്ലവറിന് ചേരുന്ന ഒരു കളറും കൂടിയായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ ഇത് എളുപ്പമല്ലേ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്? നൈസല്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇതുപോലുള്ള ഡെക്കറേറ്റിംഗ് വീഡിയോസുകളായിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും. ഒപ്പം നമ്മുടെ ഹെയർ അക്സസറീസിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം കേട്ടോ. ഇപ്പം ഞാൻ ചെയ്തെടുത്തിട്ടുള്ള സെയിം ഫ്ലവർ വെച്ചിട്ട് നിങ്ങൾക്ക് ഹെയർ അക്സസറീസ് ചെയ്യാനായിട്ട് പറ്റും. അത് കണക്കൊരു ഫ്ലവർ ഉണ്ടാക്കിയെടുക്കുക, ഹെയർ ബോയിലോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഹെയർ ബോ അടിപൊളിയായിട്ട് സെറ്റായി.
സെയിം ഫ്ലവർ തന്നെ കുറച്ച് കുഞ്ഞനായിട്ട് ഉണ്ടാക്കിയെടുക്കുക. അലിഗേറ്റർ ക്ലിപ്പിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അലിഗേറ്റർ ക്ലിപ്പ് സെറ്റായി, ടിക് ടാക്കിൽ വെച്ചാൽ ടിക് ടാക്ക് സ്ലൈഡ് സെറ്റായി. ഇനി ഒന്നും വേണ്ട, ക്രഞ്ചീസ് മേക്ക് ചെയ്യുന്ന ഇലാസ്റ്റിക് എടുക്കുക, അതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബണ്ണ് സെറ്റായി. സെറ്റല്ലേ? കുറേ സംഭവങ്ങൾ ഒരൊറ്റ വർക്കിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഫൈനൽ ഒന്ന് ഇളവിപ്പോയിരിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒന്ന് സെല്ലോ ടൈപ്പ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഓരോന്നോരോന്നായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. എവിടെയൊക്കെ ഏതൊക്കെ വേണമെന്ന് ഞാൻ ഫസ്റ്റ് ഒന്ന് നോക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഫ്ലവേഴ്സിൻ്റെ എണ്ണം കൂട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ അത്രയും പെറ്റൽസ് വീണ്ടും ഇരുന്ന് ഉണ്ടാക്കിയെടുക്കാനുള്ള മടി കൊണ്ട് ഞാനിതിനൊന്ന് അപ്പുറം ഇപ്പുറമൊക്കെ വെച്ച് മാറ്റിയും തിരിച്ചും ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ലീഫും കൂടി വയ്ക്കുമ്പോൾ ആ വൈറ്റ് പാർട്ട് കാണാൻ പാടില്ല കേട്ടോ. വൈറ്റ് കാണുന്നുണ്ടെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ അതിന് എങ്ങനെയൊക്കെയാണോ അറേഞ്ച് ചെയ്ത് കൊടുക്കുമ്പോൾ വൈറ്റ് കാണാതിരിക്കുന്നത് അതിനനുസരിച്ചിട്ടൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്ലൂ എന്ന് പറയുന്നത് B7000 ഗ്ലൂ തന്നെയാണ് കേട്ടോ. ഹെയർ ആക്സസറീസ് മേക്ക് ചെയ്യാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഗ്ലൂ ഇല്ലേ, ആ ഒരു സെയിം സംഭവം. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്ലൂ ഗണ്ണും ഉപയോഗിക്കാവുന്നതാണ്. ഇതേപോലെ ഒന്ന് സെറ്റാക്കിയൊക്കെ എടുത്തപ്പോൾ ഇതേ കണക്ക് കിട്ടി. ബാക്കി വരുന്ന വൈറ്റ് കളർ പാർട്ടൊക്കെ ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് സംഭവം? ഇഷ്ടപ്പെട്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതും പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് വാൾ ഡെക്കറായിട്ട് യൂസ് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ.